അയ്യോ ഒരു ഭീകരം വരുന്നുണ്ട്. ഇവന്റെ ഹോട്ടലിലേക്ക് ഇന്ന് 20 കിലോ കോഴി കൊടുക്കാൻ നേറ്റതാ. ഇവനോട് ഞാൻ ഇനി എന്ത് പറയും തമ്പുരാനെ? കോഴി റെഡിയാണോ? ചാകാനുള്ള കോഴി റെഡിയാണ്, പക്ഷെ കൊല്ലാനുള്ള ബംഗാളി നാട്ടിൽ പോയേക്കുവാ. എന്നാ പിന്നെ ചേട്ടൻ കോഴിയെ കണ്ടിച്ചിങ്ങോട്ട് താനേ. എന്റെ പൊന്നു മനോജ്, എനിക്ക് ഈ കോഴിയെ കൊല്ലാൻ പേടിയാണ്, തല കറങ്ങുവാടാ. എന്തിനു പേടിക്കുന്നത്? ആ കോഴിയെ പിടിക്കുക, കണ്ടിക്കുക, പീസ് ആക്കുക, പാഴ്സൽ ചെയ്യാ, കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. നിസ്സാര സംഭവം അല്ലേ? അത്ര നിസ്സാരാണ് ചേട്ടൻ കൂടെ കൊല്ലാൻ പാടില്ല. അയ്യോ എനിക്ക് പറ്റത്തില്ല. കോഴിയെ കൊല്ലുന്നത് കാണുമ്പോ തന്നെ ഞാൻ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എന്റെ പൊന്നു രാമേട്ട, പല്ലട കുത്തി നിൽക്കാതെ കോഴിയെ കണ്ടിച്ചാന്നേ എനിക്ക് ദമ്മ കടിക്കാനുള്ളതാണ്. നിങ്ങൾ കോഴിക്കാൽ കൊണ്ടാണ് ഇങ്ങനെ ഡ്രം അടിക്കണത്? തലക്കെട്ടൊന്നും നന്നാണല്ലോ. ദം ബിരിയാണി ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കാനുള്ളതാ. പെട്ടെന്ന് കോഴിയെ കണ്ടിച്ച് തരാൻ. എനിക്ക് പോകാനുള്ള വിരുന്നുകാർ വരും. പെട്ടെന്ന് ഇങ്ങോട്ട് കോഴിയെ കണ്ടിച്ച് താനേ അവിടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കോഴിയെ കൊല്ലാൻ ധൈര്യമില്ല, പിന്നെ ഇവിടെ ധൈര്യമുള്ള ആരുണ്ട്? അത് ആകപ്പാടെ ആ കോഴിക്ക് മാത്രമേ ഉള്ളൂ. അതിനാരും കൊല്ലൂല എന്നുള്ള ധൈര്യം. അത് ശരി. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി. ഇനിയിപ്പൊ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. എന്റെ അളിയൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അളിയൻ ആരാന്നറിയാവോ? പേര് കേട്ട ഗുണ്ടല്ലേ, വെട്ടി ശശി. എന്താണ് വിഷയം? എന്താണ് ഇവിടെ ഒരു വിഷയം? ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ബഹളം കേട്ടല്ല. ഇവിടെ വിഷയം എന്താ? അളിയതാ നിൽക്കുന്നവനില്ലേ, ഇവനാണ് വിഷയം. പിന്നെ മോഹം കണ്ടാതറിയാം. എന്താണ് നിന്റെ വിഷയം? എന്താണ് നിന്റെ വിഷയം? എനിക്കെല്ലാം വിഷയം ഇരിക്കുന്നു. നിനക്കൊരു വിഷയമില്ലേ? എന്നാ എനിക്ക് വിഷയമുണ്ട്. എന്ത് വിഷയം? അത് ഞാൻ പറയാം. ആ പെൺകൊച്ച് ഇവിടെ കോഴിനെ മേടിക്കാൻ വന്നപ്പോ നീ ആ കൊച്ചിനെ കടത്തി പിടിച്ചേ. എന്നാരും കേറി പിടിച്ചിട്ടില്ല. എന്താണ് നീ അവളെ പിടിക്കാഞ്ഞ്? എടാ ഇത്ര സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി തന്നിട്ട് നീ എന്തുകൊണ്ടത് ചെയ്തില്ല? ശ്രദ്ധിക്കണ്ട അളിയാ. ഒരു മിനിറ്റ്. നീ എവിടേക്ക് നീ പോകില്ലേ? ഹലോ, ജയ് സൂപ്രണ്ടല്ലേ? വെട്ടി ശശിയാണേ. അവിടെ ചെറിയൊരു വിഷയമുണ്ട്. ചിലപ്പോ ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരും. ആ 8ാം നമ്പർ സെല്ലൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്ക് കേട്ടാ. ഓക്കെ. അപ്പൊ നിന്റെ വിഷയം എന്താണ്? വിഷയമില്ല. പിന്നെ ഇവിടെ എന്താണ് വിഷയം? എന്റെ അളിയ ഇതൊന്നും അല്ല വിഷയം. പിന്നെ ഇവർ രണ്ടുപേരും കോഴിയെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കോഴിയെ കൊല്ലാനായിട്ട് ആളില്ല. ആളില്ലേ? പളിയെ കൊല്ലത്തില്ല. നീ കൊല്ലത്തില്ല? ഞാൻ കൊല്ലത്തില്ല. ഞാൻ കൊല്ലത്തേ ഇല്ല. പിന്നെ ആരെയും ഇപ്പൊ കൊല്ലത്തുള്ളത്? ദൈവമേ, കൊല്ലത്തുള്ള ആളെ വിളിച്ചു വരുത്താനാണോ പറഞ്ഞത്? അളിയൻ വന്ന സ്ഥിതിക്ക് അളിയൻ ഈ കോഴിനെ ഒന്ന് കൊന്നു തരണം. കോഴിയെ കൊന്നു കൊടുക്കണം. എന്റെ അളിയ, ഈ നിസാരപ്പെട്ട ഒരു കോഴിനെ കൊല്ലാനാണ് ഞാൻ ഇവിടെ വരെ വന്നത്. അത് വെട്ടിശശിയായ ഞാൻ. അത് നടക്കുന്ന കാര്യമുള്ളത്. ചീള് കേസൊക്കെ ഞാൻ ഏറ്റെടുക്കൂല.